കേരളത്തിലെ ഇസ്ലാം ഫോബിക് പ്രസ്താവനകളും സംഭവങ്ങളും ഡോക്യുമെന്റ് ചെയ്യുന്ന ഒരു കൂട്ടായ്മയാണ് ഇസ്ലാം ഫോബിയ റിസർച്ച് കളക്റ്റീവ്. കഴിഞ്ഞൊരു വർഷമായി ഇതിന്റെ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. ഈ കളക്റ്റീവിന്റെ 2024 വാർഷിക റിപ്പോർട്ട് കേരളീയം അടുത്തിടെ പ്രസിദ്ധീകരിച്ചിരുന്നു. കളക്റ്റീവ് അംഗവും കേരളീയം കറസ്പോണ്ടന്റുമായ മൃദുല ഭവാനിയാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള ചർച്ചയിലേക്ക് മൃദുല ഭവാനി സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. കേരളത്തിൻ്റെ ഒരു അടുത്തിടെ നടന്ന സംഭവങ്ങൾ നോക്കുകയാണെങ്കിൽ PC ജോർജിൻ്റെ വിദ്വേഷ പ്രസംഗങ്ങൾ മാധ്യമങ്ങളിലൂടെ ഒരുപാട് കണ്ടിട്ടുണ്ടായിരുന്നു. വിദ്വേഷ പ്രസംഗം നടക്കുന്നു, അദ്ദേഹത്തിനെതിരെ കേസുണ്ടാകുന്നു, കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും അത് ജാമ്യത്തിൽ പുറത്തിറങ്ങുന്നു, അതിനേക്കാൾ മാരകമായിട്ടുള്ള മറ്റു വിദ്വേഷ പ്രസംഗങ്ങൾ പരിപാടികൾ സംസാരിക്കുന്നു. ഈ ഒരു രീതിയാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കേരളത്തിൻ്റെ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടോ ഇസ്ലാം ഫോബിയ അല്ലെങ്കിൽ ഇസ്ലാം ഫോബിക് കാര്യങ്ങൾ ഒരു കുറ്റവൽക്കരിക്കപ്പെടുന്ന ഒരു സമീപനം അടുത്തിടെ ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. മാധ്യമങ്ങൾ ആ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നതും ആ ഒരു രീതി തന്നെയാണ്. നോക്കുകയാണെങ്കിൽ ഇസ്ലാം ഫോബിയ കാര്യങ്ങളെ പ്രചരിപ്പിക്കുന്ന ഒരു മറ്റൊരു മീഡിയമായിട്ട് കേരളത്തിലെ മാധ്യമങ്ങൾ മാറുന്നതായിട്ട് തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രശ്നത്തെ പറയാത്ത രീതിയിലുള്ള പ്രൈം ടൈം ചർച്ചകൾ, അല്ലെങ്കിൽ ആ ഒരു വീഡിയോ അതേ രീതിയിൽ പ്രചരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇസ്ലാം ഫോബിയ, അല്ലെങ്കിൽ സമൂഹത്തിൽ ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നു, ആളുകളെ എങ്ങനെയൊക്കെ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള ഒരു വിശദീകരണം ഒന്നും തന്നെ മാധ്യമങ്ങളിലോ മറ്റോ കാണുന്നില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് ഇസ്ലാം ഫോബിയ, ഇതെങ്ങനെയാണ് സമൂഹത്തിൽ പ്രതികൂലമായി ബാധിക്കുന്നത്? ഇസ്ലാമോഫോബിയക്കെതിരെയുള്ള അന്താരാഷ്ട്ര ദിനം മാർച്ച് 15 സുദേശം രഘു എഴുതിയൊരു ലേഖനം, അതിൻ്റെ പേര് ഇസ്ലാമോഫോബിയെ ഇനി എന്നാണ് തിരിച്ചറിയുക, മാധ്യമം പത്രത്തിൽ പ്രസിദ്ധീകരിച്ചതാണ്. അതിൽ ഇസ്ലാമോഫോബിയയെ കുറിച്ച് പറയുന്നത് അപരർ അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾ എന്ന നിലയിൽ മുസ്ലിങ്ങളുടെ മേൽ നടക്കുന്ന ഒരു അധികാര പ്രയോഗമാണ് ഇസ്ലാമോഫോബിയ എന്നാണ്. ഇതിൻ്റെ അടിത്തറ വംശീയതയാണ്. വംശീയതയിലെ കെട്ടിപ്പടുക്കുന്ന അപരവൽക്കരണം എന്നാണ് ഇസ്ലാമോഫോബിയയെ സുദേശം രഘു ഡിഫൈൻ ചെയ്യുന്നത്. അതിൻ്റെ മറ്റൊരു ആസ്പെക്റ്റ് അപരവൽക്കരണം എന്ന കാഴ്ചപ്പാട്, അത് എന്താണ് അദറിങ് എന്നുള്ളൊരു പ്രശ്നം, അതിനെ മനസ്സിലാക്കുന്നതിനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കുന്നതിനോ ഉള്ള ഒരു അഭാവമാണ്. അതാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞ മാധ്യമങ്ങളിൽ അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഹെയ്റ്റ് സ്പീച്ച് ഉണ്ടായി കഴിഞ്ഞാൽ, ഒരു വിദ്വേഷ പ്രസ്താവന നടത്തി ഒരു രാഷ്ട്രീയ നേതാവ് നടത്തി കഴിഞ്ഞാൽ അതിനെ ഒന്നുകൂടി വലുതാക്കി കേൾപ്പിക്കുന്ന രീതിയിലാണ് അത് പിന്നീട് മാധ്യമങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. അതാണ് നമ്മുടെ ദൃശ്യമാധ്യമങ്ങളുടെ പ്രശ്നം. വളരെ കുറച്ച് മാധ്യമങ്ങൾ മാത്രമേ അത്തരത്തിലുള്ളൊരു സംഭവത്തെ എടുത്ത് അതിലെ പ്രശ്നത്തിനെ ചർച്ച ചെയ്യുന്ന രീതിയിലുള്ള വളരെ കുറച്ച് മാധ്യമങ്ങളേ ഉള്ളൂ. മാതൃഭൂമിയിൽ നിന്ന് റിപ്പോർട്ട് PC ജോർജിന് ആശ്വാസം, ജാമ്യം കിട്ടി, ആ രീതിയിലുള്ള ഒരു വാർത്തകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത്രയും ഒരു കുറ്റകൃത്യമാണ് ചെയ്യുന്നത് എന്ന് പോലും പറയാൻ നമ്മുടെ മലയാളത്തിലെ മാധ്യമങ്ങൾക്ക് പറ്റുന്നില്ല. ഒരു മുഖ്യധാര മാധ്യമങ്ങൾ ഇതുവരെയും അതിന് തയ്യാറാവുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഈ ഡെഫിനിഷനിലേക്ക് തിരിച്ചു വരുവാണെങ്കിൽ സുദേശം രഘു എഴുതുന്നുണ്ട്, ഈ അപരവൽക്കരണം എന്ന കാഴ്ചപ്പാടിന്റെ അഭാവത്തിലാണ് മുസ്ലിങ്ങളുടെ പ്രവർത്തന ഫലമായാണ് ഇസ്ലാമോഫോബിയ ഉണ്ടാവുന്നതെന്നും മുസ്ലിങ്ങൾ പെരുമാറ്റവും ജീവിതവും മാറ്റിയാൽ തീരുന്നതാണ് ഇതെന്നുമുള്ള അബദ്ധ വിശകലനത്തിലേക്ക് ചിലരെങ്കിലും എത്തിപ്പെടുന്നുണ്ട്. അപ്പോൾ എപ്പോഴും ഈ ഒരു പ്രശ്നത്തിന്റെ ബാധ്യത എപ്പോഴും അത് അനുഭവിക്കുന്ന ഒരാളുടെ മേലേക്ക് വെക്കാനാണ് നമ്മുടെ സൊസൈറ്റി ശ്രമിക്കുന്നത്. അതാണ് ഇത്തരം പ്രൈം ടൈം ഡിസ്കഷൻസ് ഒക്കെ നമുക്ക് വെളിപ്പെടുത്തുന്നത്. ഒരു കുറ്റകൃത്യം നടക്കുമ്പോൾ, ഇപ്പോൾ സിനിമയിലെ മീറ്റു ആരോപണങ്ങൾ വരുന്ന സമയത്ത് നമ്മളത് കണ്ടതാണ്. കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ആ സമയത്തും മാധ്യമങ്ങൾ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഒരു പ്രത്യേക നടനെ കുറിച്ച് പറയുമ്പോൾ ആ നടന് ആശ്വാസം, അതില് വിക്ടിമിന്റെ അടുത്താണോ അല്ലെങ്കിൽ ആ ക്രൈമിന് ഇരയാക്കപ്പെടുന്ന, ക്രൈമിന് സബ്ജക്റ്റ് ചെയ്യപ്പെടുന്ന ഒരു പേഴ്സന്റെ അടുത്തല്ല ഒരിക്കലും എമ്പതി ഉള്ളത്, മാധ്യമങ്ങളുടെ ശ്രദ്ധയുള്ളത്. ഞങ്ങൾ ഈ ഇസ്ലാമോഫോബിയ റിസർച്ച് കളക്റ്റീവിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ നടന്ന സംഭവങ്ങളെ അടയാളപ്പെടുത്തുമ്പോൾ അതില് റിപ്പോർട്ടിങ്ങിൽ എങ്ങനെയാണ് ഇസ്ലാമോഫോബിയ വരുന്നത് എന്ന് വെച്ചാൽ എങ്ങനെയാണ് അത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ബേസ് ആയിട്ടുള്ള നമ്മൾ എടുക്കുന്ന ഡോക്യുമെന്റേഷന്റെ ഒരു സോഴ്സ് എന്ന് പറയുന്നത്. മാധ്യമങ്ങളിൽ പ്രിന്റ്, TV, അങ്ങനെ സോഷ്യൽ മീഡിയ എല്ലാ മാധ്യമങ്ങളിലും വരുന്ന റിപ്പോർട്ടുകൾ എടുക്കുന്നു. അപ്പോൾ അതിനെ വിലയിരുത്തി അതിൽ എന്തൊക്കെയാണ് ഈ പ്രസ്താവനകൾ എന്ന് പറയുന്നത്, എന്താണ്, അത് ആരാണ് പറഞ്ഞത്, അത് ഏത് സന്ദർഭത്തിലാണ് പറഞ്ഞത്, ഇതുപോലുള്ള
കാര്യങ്ങളാണ് ഡോക്യുമെന്റ് ചെയ്യുന്നത്. ഇതിൽ ഡോക്യുമെന്റ് ചെയ്യപ്പെടാത്ത സംഭവങ്ങളും ഉണ്ടാവാം. അപ്പോൾ അതിൽ ഒരു വർഷത്തിൽ കേരളത്തിൽ നടന്നത് 2024 കേരളത്തിൽ 260 ഇസ്ലാമോഫോബിക് സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അതിൽ ആഴ്ചയിൽ ഒരു ശരാശരി എന്ന് പറയുന്നത് 5 മുതൽ 9 വരെ സംഭവങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ എല്ലാ ദിവസവും അതിൻ്റെ ഒരു ഇപ്പോൾ ഒരാൾ പറഞ്ഞതിൻ്റെ റെസ്പോൺസായി മറ്റൊരാൾ പറയുന്നു എന്നുള്ള രീതിയിലാണെങ്കിലും വളരെ തുടർച്ചയായിട്ടുള്ളൊരു ഒരു പ്രവണതയായി അത് മാറിക്കഴിഞ്ഞു. ഒരു സോഷ്യൽ ബിഹേവിയർ എന്നൊക്കെ പറയാം അതിനെ. അതിൽ വേറൊരു കാര്യം എന്ന് പറയുന്നത്, സംസ്ഥാനങ്ങൾക്ക് കേസെടുക്കാം എന്നൊരു രീതിയിലൊരു വിധി, ഷെയ്ൻ അബ്ദുള്ള കേസുമായിട്ട് ബന്ധപ്പെട്ട് കോടതി വിധി വന്നത് സംസ്ഥാനങ്ങൾക്ക് ഇതിൽ സ്വമേധ കേസെടുക്കാമെന്നാണ്. പക്ഷെ ആ രീതിയിലുള്ളൊരു നടപടി പോലും ഈ ഒരു വിഷയത്തിനത് നടക്കുന്നില്ല എന്നുള്ളൊരു കാര്യം കാണുന്നുണ്ട്. ഇപ്പോൾ ഈ റിപ്പോർട്ടിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ഇത്തരം ഭരണകൂടങ്ങൾ തന്നെ ഇസ്ലാം ഫോബിക്കയിലെ കാര്യങ്ങളെ പ്രചരിപ്പിക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ പ്രസ്താവനകൾ പുറത്തുവിടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ റിപ്പോർട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ സമൂഹത്തിലെ ഏതൊക്കെ മേഖലകളിൽ നിന്നാണ് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുന്നത്? പ്രധാനമായും നമ്മുടെ ഭരണകൂടം, അതിൽ നമ്മുടെ ഗവൺമെൻറ്റിലെ മന്ത്രിമാർ, പിന്നെ MLA മാർ, അങ്ങനെ എന്താ പറയുക, ഒരു ജനാധിപത്യ സംവിധാനത്തിൻ്റെ അതിൽ വളരെ ഉത്തരവാദിത്തപ്പെട്ട രീതിയിൽ ജനങ്ങൾ തിരഞ്ഞെടുത്ത് ഒരു നിയമസഭയിലേക്കോ മന്ത്രിസഭയിലേക്കോ ഒക്കെ അയക്കുന്ന ആളുകളാണ്. അവരിൽ നിന്നും ഇത് സംഭവിക്കുന്നുണ്ട്. അതിനെ ഭരണകൂട ഇസ്ലാമോഫോബിയ എന്നാണ് ടേം ചെയ്യുന്നത്. അതിൻ്റെ ഒരു പ്രശ്നം, അതൊരിക്കലും ചോദ്യം ചെയ്യപ്പെടാതെ ഇരുന്ന് കഴിഞ്ഞാൽ, അതിപ്പോൾ ഇസ്ലാമോഫോബിക് പ്രസ്താവനകൾ തന്നെ അല്ലെങ്കിൽ അതേപോലെ ജാതീയമായിട്ടുള്ള പ്രസ്താവനകൾ നടത്തുന്നുണ്ട് ഈ പല മിനിസ്റ്റേഴ്സും അല്ലെങ്കിൽ ജനപ്രതിനിധികൾ. അങ്ങനെ പല ഒരു ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം. അതുപോലെ പല സന്ദർഭങ്ങളിലും അവർ അത്തരം സ്ത്രീവിരുദ്ധമായിട്ടുള്ള പ്രസ്താവനകൾ, ആ സമയത്ത് അതിനെ പ്രതിരോധിക്കുക അല്ലെങ്കിൽ അതിനെ ഫാക്ട് ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ അത് പറഞ്ഞത് തെറ്റാണെന്ന് തിരിച്ചു പറയുക, അല്ലെങ്കിൽ ഒരു സംവിധാനത്തിൽ അതിനെ നിയമപരമായിട്ട് നേരിടാനുള്ളൊരു അവസരം ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് ഒരു സമൂഹം എന്നുള്ള രീതിയിൽ ആവശ്യം. അതാണ് കേരളത്തിൽ ഇല്ലാത്തതെന്ന് എനിക്ക് തോന്നുന്നു. മറ്റൊരു പ്രധാന ഉറവിടം എന്ന് പറയുന്നത് മാധ്യമങ്ങളാണ്. പിന്നെ ഭരണകൂട ഏജൻസികളുണ്ട്. പിന്നെ സിനിമ, വിദ്യാഭ്യാസ മേഖല, മതം, സാമൂഹ്യ മാധ്യമങ്ങൾ, ഈ മാസികകളിലും വാരികകളിലും വെബ് പോർട്ടലുകളിലും ഒക്കെ വരുന്ന ലേഖനങ്ങൾ, ഇതിലൊക്കെ പരിശോധിച്ചിട്ടാണ് നമ്മൾ ഏതൊക്കെ തരത്തിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്, ഏതൊക്കെ തരത്തിലാണ് ഇത് പ്രചരിപ്പിക്കപ്പെടുന്നത് എന്ന് ഡോക്യുമെന്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഭരണകൂട ഏജൻസികളെ കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ സ്വാഭാവികം ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ സമീപിക്കേണ്ടത് ഇത്തരം ഭരണകൂട ഏജൻസികളായിരിക്കും. ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ പോലീസിലേക്ക് അല്ലെങ്കിൽ ഒരു കംപ്ലൈൻറ്റ് അടിക്കുന്നു, അവർ പോലും ഇത്തരത്തിലുള്ള പ്രചരണത്തിൻ്റെ ഭാഗമാകുന്നു എന്നുള്ളത് ഇതിൻ്റെ ഭീകരത എത്രത്തോളം വലുതാന്നുള്ള കാര്യത്താണ് പറഞ്ഞു വരുന്നത്. സമീപകാലത്തുണ്ട് അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം ഉണ്ടായ അത്തരത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട ഇൻസിഡന്റ് ഏതാണെന്ന് പറയാൻ പറ്റുമോ ഈ റിസർച്ചിന്റെ ഭാഗമായിട്ട്? കേരളത്തിലിപ്പോൾ ഭരണകൂട ഏജൻസികളുടെ ഭാഗത്തു നിന്നുള്ള ഇസ്ലാമോഫോബിയ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ അത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് പോലീസിന്റെ ഭാഗത്തു നിന്നാണ്. അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നവംബർ 7 കലൂർ സ്റ്റേഡിയത്തിൽ വെച്ച് കഫിയ ധരിച്ച കുറച്ച് യുവാക്കളെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയുണ്ടായി. അവരെ മണിക്കൂറുകളോളം പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ വെച്ച് പോലീസ് ചോദ്യം ചെയ്തു. അവരോട് ചോദിച്ച ചോദ്യങ്ങൾ ഇതൊക്കെയാണ്: മതം ജീവിതചര്യയുടെ ഭാഗമാണോ? എന്തൊക്കെയാണ് വായിക്കുന്നത്? മദ്രസയിൽ എത്ര വരെ പഠിച്ചിട്ടുണ്ട്? ഇത്തരം കാര്യങ്ങൾ ഒരു വ്യക്തിയുടെ വളരെ സ്വകാര്യമായിട്ടുള്ള കാര്യങ്ങളാണ്, അവരുടെ മതവിശ്വാസം, അതൊക്കെ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പോലീസ് ചോദ്യം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് ഒരു കഫിയ ധരിച്ചതിന് അവര് അവിടെ ഒരു മാച്ച് കാണാൻ പോവായിരുന്നു. അപ്പോൾ ആ സമയത്ത് അവരെ പ്രൊട്ടസ്റ്റ് ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പുകളൊന്നും അല്ലായിരുന്നു ആ കഫിയ. ഇനി അങ്ങനെ ആണെങ്കിലും അതൊരു പ്രശ്നമായിട്ട് കാണാൻ പാടില്ല. വളരെ കൃത്യമായി ഒരു ആൻറ്റി ഇസ്രായേൽ പോളിസി ഉണ്ട് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് CPIM. ആ രീതിയിൽ ഒരു 2023 ഒക്ടോബർ മുതൽ തന്നെ ഈ പാർട്ടി ഒരുപാട് പ്രസ്താവനകൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പല സമയത്തായിട്ട് ഈ ഒരു പ്രശ്നത്തിനെ എങ്ങനെ രാഷ്ട്രീയമായി കാണണം, അല്ലെങ്കിൽ എന്തുകൊണ്ട് പലസ്തീൻ
ജനതയ്ക്കൊപ്പം നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അടക്കം പ്രതിഷേധത്തിൽ പങ്കെടുക്കുകയുണ്ടായിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു സംസ്ഥാനത്ത് എന്തുകൊണ്ടാണ് കഫ്യ ധരിച്ചതിൻ്റെ പേരിൽ കുറച്ച് യുവാക്കൾ കസ്റ്റഡിയിൽ എടുക്കപ്പെടുന്നത്? അവരോട് അവരുടെ മതവിശ്വാസത്തെക്കുറിച്ചും അവരുടെ ജീവിത പശ്ചാത്തലത്തിനെ കുറിച്ചും ഒക്കെ ചോദ്യം ചെയ്യേണ്ട ആവശ്യം എന്താണെന്നുള്ളൊരു അങ്ങനെ ഒരു ചോദ്യം വരുന്നുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിൽ നടന്ന എല്ലാ പലസ്തീൻ അനുകൂല പരിപാടികളിലും പോലീസിൻ്റെ ഇടപെടൽ വളരെ തീവ്രമായി ഉണ്ടായിക്കൊണ്ടിരുന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ സംഘാടനത്തിൽ ഉണ്ടായിരുന്ന ഒരു ഇൻഡിപെൻഡൻറ്റ് ജേർണലിസ്റ്റ് റിജാസിന് ആൻറ്റി ടെററിസം സ്ക്വാഡ് വന്ന് റിജാസിൻ്റെ വീട്ടിൽ ചോദ്യം ചെയ്യൽ നടത്തുന്നുണ്ട്. എങ്ങനെയാണ് ഈ ഇസ്രായേലിനെതിരെ പ്രതിഷേധിക്കുന്നത് ഒരു ഭീകരവാദ പ്രവർത്തനമാവുന്നത്? പ്രത്യേകിച്ച് നമ്മുടെ സർക്കാർ കേരള ഗവൺമെൻറ് വളരെ ഔട്ട്സ്പോക്കണായി സംസാരിക്കുന്നത് പലസ്തീൻ ജനതക്കൊപ്പം ആണെന്നുള്ളതാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് CPIMൻ്റെ പാർട്ടി കോൺഗ്രസ് നടന്ന സമയത്ത് അതിലെ പ്രധാന നേതാക്കൾ, ദേശീയ നേതാക്കളും എല്ലാവരും കഫ്യ ധരിച്ച് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടായി. ആരാണ് പ്രതിഷേധിക്കേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത് ഒരു പ്രത്യേക പാർട്ടിയിലെയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഐഡിയോളജിയിലോ വിശ്വസിക്കുന്ന ആളുകളല്ലല്ലോ. ചിലർക്ക് മാത്രം ചില കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ആധികാരികത ഉണ്ടാക്കുന്നതിന്റെ ഭാഗവും കൂടിയാണ്. ഇപ്പോൾ ഭരണകൂട ഏജൻസിയുടെ മറ്റൊരു കാര്യം ഈ റിപ്പോർട്ടിൽ വന്നിട്ടുള്ളത് കളമശ്ശേരിയിലെ യഹോവ സാക്ഷികൾ ആ ഒരു സ്ഫോടനമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു. ഏതാണ്ട് അഞ്ചോളം പേരാണ് എൻ്റെ ഓർമ്മ, അഞ്ചിലധികം പേര് മരണപ്പെട്ട സംഭവമായിരുന്നു. അവിടെ പോലും ആ കുറ്റവാളിയെ പോലീസ് UAPA അത്തരം ആ രീതിയിലുള്ള നിയമങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ശിക്ഷാവിധികളൊന്നും കൊടുക്കാതെയാണ് അതിനെ കേസുമായിട്ട് പോലീസ് മുന്നോട്ട് വരിക. ആ ഒരു കാര്യം ഉണ്ടായിരുന്നു. ഈ ഒരു സംഭവത്തിന്റെ തുടക്കത്തിൽ ചില സാധനങ്ങൾ നമുക്ക് എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും. അത്തരത്തിൽ പലരെയും ചോദ്യം ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ പ്രതിയെ അറസ്റ്റ് ചെയ്തതോടുകൂടി ആ കേസിന്റെ തീവ്രത കുറഞ്ഞു പോകുന്നൊരു ഒരവസ്ഥ, പ്രത്യേകിച്ച് UAPA പോലെയുള്ള കാര്യങ്ങൾ അതിൽ നിന്ന് എടുത്തു കളയുന്നതോടുകൂടി ആ കേസിന് അത്രത്തോളം പ്രസക്തി ഇല്ലാതാകി പോകുന്നൊരു കാര്യം കൂടി ഇപ്പൊ ഭരണകൂട ഏജൻസിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടെന്ന് നമ്മുടെ ഈ റിപ്പോർട്ടിൽ ആ ഒരു വിഷയം പറയുന്നുണ്ട്. ഈ ഒരു പ്രശ്നം പറയുമ്പോൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന വലിയൊരു ചോദ്യം, നമ്മൾ UAPA എന്തുകൊണ്ട് ചുമത്തിയില്ല എന്ന് ചോദിക്കുമ്പോൾ കാലങ്ങളായി ഇവിടെ UAPAക്കെതിരെ നിലനിൽക്കുന്ന ഒരു പ്രതിഷേധമുണ്ട്. അപ്പോൾ നമ്മൾ എന്തിനാണ് UAPA ചേർക്കാൻ പറയുന്നത് എന്നുള്ളൊരു ചോദ്യം വരും. പക്ഷേ UAPA ഉപയോഗിക്കപ്പെടുന്നത് ഒരു പ്രത്യേക മതവിഭാഗത്തിലോ അല്ലെങ്കിൽ ഒരു പ്രത്യേക പ്രത്യയശാസ്ത്രം പിന്തുടരുന്ന ആൾക്കാർക്കോ എതിരെയോ അങ്ങനെ വളരെ റിസർവ്ഡ് ആയിട്ടാണ് അതിൻ്റെ ഉപയോഗം ഉള്ളതെന്ന് കാണാൻ പറ്റും. അത് തന്നെയാണ് ഡൊമിനിക് മാർട്ടിൻ്റെ കാര്യത്തിലും സംഭവിച്ചിരിക്കുന്നത്. ഈ യഹോവ സാക്ഷികളായിട്ടുള്ള ആളുകൾ ദേശീയഗാനം പോലുള്ള സംഭവങ്ങളെ ബഹുമാനിക്കുന്നില്ല എന്നതിലുള്ള പ്രതിഷേധം കൊണ്ടാണ് ഡൊമിനിക് മാർട്ടിൻ ഈ ബോംബ് സ്ഫോടനം നടത്തുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു കുറ്റകൃത്യം നടന്ന് നമ്മുടെ എല്ലാ വാർത്തകളിൽ നിന്നും ഈ ഒരു സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവരെ കുറിച്ചുള്ള വിവരങ്ങൾ പിന്തള്ളപ്പെടുന്ന ഒരു സമയം ഉണ്ടായിട്ടുണ്ട്. ഒരു ചരമകോളങ്ങളിലേക്ക് മാത്രം എത്തിപ്പോകുന്ന ഒരു സ്ഥാനം വരെ പത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കളമശ്ശേരിയിൽ സ്ഫോടനം ഉണ്ടായി എന്ന് പറയുന്ന സമയത്ത് കേരളത്തിലെ എല്ലാ പ്രധാന മാധ്യമങ്ങളും അത് തെറ്റായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ മുമ്പ് നടന്നൊരു ഹമാസ് നേതാവ് പങ്കെടുത്ത ഒരു പരിപാടിയുമായിട്ടൊക്കെ കണക്ട് ചെയ്ത് അങ്ങനെ നടന്ന സ്ഫോടനമാണെന്ന് വരെ പറയുന്ന രീതിയിൽ കേരളത്തിലെ റിപ്പോർട്ടർ ചാനൽ പോലുള്ള ചാനലുകൾ വളരെ മോശം രീതിയിൽ റിപ്പോർട്ടിങ് നടത്തിയിട്ടുണ്ട്. ഈ സംഭവത്തിൽ എന്തുകൊണ്ട് UAPA ചുമത്തുന്നില്ല എന്നുള്ളൊരു ചോദ്യം വരുന്നത് വളരെ സ്വാഭാവികമാണ്. കാരണം അതൊരു കുറ്റകൃത്യമായി അല്ലെങ്കിൽ അതിന് അനുമതി നൽകുന്ന ആ ഒരു പ്രോസസ്സൊക്കെ അതൊരു വളരെ നീണ്ട കാലത്തെ ഒരു പ്രോസസ്സായിരുന്നു. ഇത്രയും ആളുകൾ കൊല്ലപ്പെട്ടൊരു സംഭവത്തിൽ UAPA ചുമത്തേണ്ട അല്ലെങ്കിൽ അതൊരു നിയമവിരുദ്ധ പ്രവർത്തനമായി കാണേണ്ട എന്ന് തീരുമാനിക്കുന്നത് ആരൊക്കെയാണെന്നുള്ളൊരു ചോദ്യം. നമ്മൾ നേരത്തെ പറഞ്ഞ ഭരണകൂടത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികളും അതിൻ്റെ പ്രതിനിധികളും ചെയ്യുന്ന ഇസ്ലാംഫോബിക് പ്രസ്താവനകളെ കുറിച്ച് സംഭവങ്ങളെ കുറിച്ച് ഒരു ലിസ്റ്റ് ഇതിൽ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ആ റിപ്പോർട്ടിൽ കുറച്ച് കൗതുകത്തോടെ കണ്ടൊരു കാര്യം, കേരളത്തിൻ്റെ അവസ്ഥ നോക്കുമ്പോൾ CPM ആണ് ഏറ്റവും കൂടുതൽ ഇസ്ലാംഫോബിക്
പ്രസ്താവനകൾ CPM രാഷ്ട്രീയ പ്രതിനിധികളുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. ഇവിടുത്തെ RSS സംഘപരിവാറിൻ്റെ ഭാഗത്തു നിന്ന് 4 ആണെങ്കിൽ അത് CPM വരും 16 ആകുന്ന രീതി കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള ജനപ്രതിനിധികളുടെ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകരുടെ ഭാഗത്തുണ്ടാകുന്ന ഇസ്ലാം ഫോബിയ കേരളത്തിൽ കൂടി വരുന്നൊരു കാര്യം കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം നമ്മുടെ റിപ്പോർട്ടിൽ ഡീറ്റെയിൽ ആയി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് വരുന്നത്? ഈ പറഞ്ഞതിനോട് ചേർത്ത് പറയാൻ തോന്നുന്ന ഒരു കാര്യം, കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഹിന്ദു ദിനപത്രത്തിന് കൊടുത്ത ഒരു അഭിമുഖം, അതിൻ്റെ തലക്കെട്ട് തന്നെ RSSനെയും മറ്റ് ഹിന്ദുത്വ ശക്തികളെയും CPM ശക്തമായി എതിർക്കുന്നു എന്നുള്ളൊരു ഹെഡ്ലൈനോടുകൂടിയാണ് അത് വന്നത്. മുഖ്യമന്ത്രി നടത്തിയ ഒരു പ്രസ്താവന അത് ഒരു ഇസ്ലാമോഫോബിക് പ്രസ്താവനയാണ്. അതിനുശേഷം ആ അഭിമുഖത്തെ എങ്ങനെയാണ് തള്ളിക്കളയാൻ ശ്രമിച്ചത്, ഏജൻസിയുടെ കാര്യങ്ങളൊക്കെ വരുന്നത്. അതിൽ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ഇങ്ങനെയായിരുന്നു: മുസ്ലിം തീവ്രവാദ ശക്തികൾക്കെതിരെ സർക്കാർ നീങ്ങുമ്പോൾ ഞങ്ങൾ മുസ്ലിങ്ങൾക്കെതിരാണെന്ന് വരുത്താൻ അവർ ശ്രമിക്കുകയാണ്. കഴിഞ്ഞ 5 വർഷത്തിനിടെ മലപ്പുറം ജില്ലയിൽ നിന്ന് കേരള പോലീസ് 150 കിലോ സ്വർണവും 123 കോടിയുടെ ഹവാല പണവും പിടികൂടിയിട്ടുണ്ട്. ഈ പണം അത്രയും കേരളത്തിലേക്ക് വരുന്നത് സംസ്ഥാന വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ്. ഒരു അഭിമുഖത്തിൽ ഇങ്ങനെ കേരളത്തിന്റെ ഒരു ജില്ലയെ കുറിച്ച് പറയുകയാണ്. ഇസ്ലാമോഫോബിക് സംഭവങ്ങൾ രേഖപ്പെടുത്തുന്ന സമയത്ത് ഞങ്ങൾ ഏതൊക്കെ ജില്ലകളിൽ നിന്ന്, ജില്ലകൾക്കെതിരെ ഉണ്ടായിട്ടുള്ള പ്രസ്താവനകൾ, അത്തരത്തിലുള്ള സംഭവങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇസ്ലാമോഫോബിക് പ്രസ്താവനകൾ ഉണ്ടായിട്ടുള്ളത് മലപ്പുറത്തിനെതിരെയാണ്. അതിലൊരു പ്രസ്താവന കേരള മുഖ്യമന്ത്രിൻ്റെയാണ്. പിന്നെ ഒന്ന് കേരള ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞ ഒരു പ്രസ്താവനയുണ്ട്. അത് കേരളത്തിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ നടന്ന പ്രതിഷേധങ്ങൾക്ക് പിന്നിൽ ഡ്രൈവിംഗ് സ്കൂൾ മാഫിയ സംഘങ്ങൾ ആണെന്നും അത്തരം സംഘങ്ങൾ മലപ്പുറത്തുണ്ടെന്നും ആയിരുന്നു പറഞ്ഞത്. പിന്നെ കാലങ്ങളായി മലപ്പുറം അല്ലെങ്കിൽ മലബാർ മേഖല നേരിടുന്ന ഒരു പ്രശ്നമാണ് ഹയർ എഡ്യൂക്കേഷൻ മേഖലയിലുള്ള സീറ്റ്. അതെ. അപ്പോൾ അങ്ങനെയുള്ളൊരു സമരത്തിനെതിരെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞത്, +1 സീറ്റ് കുറവിന്റെ പേരിൽ മലപ്പുറം ജില്ല പറഞ്ഞ് വികാരം ഉണ്ടാക്കുന്നത് ഗുണമല്ല എന്നാണ്. അപ്പോൾ അത്തരത്തിലുള്ള സമരങ്ങൾ ഒരിക്കലും കാലങ്ങളായി പരിഹരിക്കപ്പെടാത്ത ഒരു പ്രശ്നം അതിനെക്കുറിച്ച് ഉന്നയിക്കുമ്പോൾ അത് മലപ്പുറം ജില്ല എന്ന് പറഞ്ഞ് വികാരം ഉണ്ടാക്കുന്നു എന്ന് പറയുന്നത് ഒരു വംശീയതയാണ്. ഈ റിപ്പോർട്ടിൽ വരുമ്പോഴും അത്തരത്തിലുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നും ഈവൻ ഇതിൽ മുസ്ലിം ലീഗിൻ്റെ ഒരു നമ്പറും കോട്ട് ചെയ്തിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഭാഗത്തു നിന്നിട്ടും ഇസ്ലാം ഫോബിക്കായിട്ടുള്ള പ്രസ്താവനകൾ ഉണ്ടായിട്ടുണ്ട് എന്നൊരു കാര്യമാണ് നമ്മുടെ ഈ റിപ്പോർട്ടിൽ അതിൻ്റെ ഈ ഗ്രാഫ് വെച്ച് നമുക്ക് പരിശോധിക്കാൻ മനസ്സിലാൻ പറ്റുന്നത്. ഇപ്പോൾ കേരളത്തിൻ്റെ കാര്യം പറയുവാണെങ്കിൽ, കേരളത്തിൽ നടന്ന ഇസ്ലാമോഫോബിക് സംഭവങ്ങൾ നോക്കുമ്പോൾ അതിൽ ഒരു ഹിന്ദുത്വ വലതുപക്ഷം മാത്രമല്ല ഈ ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നവരായിട്ടുള്ളത്. ഈ പുരോഗമന ഇടതുപക്ഷത്തിനും അതിൽ വലിയൊരു പങ്കുണ്ട്. കാരണം അത് ഒരു അധികാര രാഷ്ട്രീയത്തിൻ്റെ കൂടി ഒരു ചോദ്യം ആണ് കേരളത്തിലെ ഇടതുപക്ഷത്തിനെ സംബന്ധിച്ച്. കേരളത്തിൽ ഒരേ സമയം വലതുപക്ഷത്തിൻ്റെ വളർച്ച ഉണ്ടാവുകയും ഹിന്ദുത്വ പാർട്ടികളുടെ വളർച്ച ഉണ്ടാവുകയും അതേസമയം കേരളം ഭരിക്കുന്ന ഒരു സർക്കാരിൻ്റെ അകത്ത് ഇരിക്കുന്ന ആളുകൾ എല്ലാം മുസ്ലിം പോപ്പുലേഷനെതിരെ വളരെ ലക്ഷ്യമിട്ടുകൊണ്ട് ടാർഗറ്റിംഗ് ആയിട്ടുള്ള രീതിയിലുള്ള പ്രസ്താവനകൾ നടത്തുന്നത് അതൊരിക്കലും ഒരു പ്രതിരോധത്തിൻ്റെ ഭാഗമാണെന്ന് പറയാൻ കഴിയില്ല. അവിടെയാണ് കേരളത്തിൽ ഏറ്റവും പുരോഗമനപരമെന്ന് അവകാശപ്പെടുന്ന ഒരു പാർട്ടി വലതുപക്ഷത്തിനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്, ഹിന്ദുത്വത്തിനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അത്രയും വലിയൊരു നമ്പർ വരുന്നത്. അതിൽ പറഞ്ഞ ഒരു കാര്യം, അധികാരം നിർത്തുക എന്നൊരു കാര്യം പറഞ്ഞു. അപ്പോൾ നമുക്ക് കേരളത്തിൻ്റെ തിരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിലേക്ക് വരുമ്പോൾ ഈ ഒരു കാര്യം ക്ലിയർ ആവും. കഴിഞ്ഞ വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് കാഫിർ സ്ക്രീൻഷോട്ട് വിവാദം വളരെ ചർച്ച വന്നൊരു കാര്യമായിരുന്നു. ആ രീതിയിൽ ഇലക്ഷൻ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് കാലത്തെ വേറൊരു തലത്തിലേക്ക് അല്ലെങ്കിൽ വർഗീയവൽക്കരിക്കുന്ന തരത്തിലേക്കുള്ള വ്യാജ പ്രചരണങ്ങൾ പ്രത്യേകിച്ച് വടകര പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് കാലം ഈ ഒരു രീതിയിൽ ഇസ്ലാം ഫോബിക് സംഭവങ്ങളായിട്ടും അല്ലെങ്കിൽ പ്രസ്താവനകളായിട്ടും ഒരു ക്യാമ്പയിനാക്കി മാറ്റുന്ന രീതിയിലുള്ള ഒരു പ്രവണത പൊതുവായിട്ടുണ്ടാകുന്നുണ്ട്.
ഏറ്റവും കൂടുതൽ ഇസ്ലാമോഫോബിക് സംഭവങ്ങൾ രേഖപ്പെടുത്തിയത് ഏപ്രിൽ, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിലാണ്. ഇതിൽ കൂടുതൽ സംഭവങ്ങളും ഉണ്ടായിട്ടുള്ളത് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും മാധ്യമങ്ങളിൽ നിന്നുമാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്തുള്ള രാഷ്ട്രീയ ചർച്ചകളും വിവാദങ്ങളും എല്ലാം മുസ്ലിം പ്രീണനം എന്ന ആരോപണം, അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നതായിരുന്നു. BJP, CPIM എന്നീ രാഷ്ട്രീയ പാർട്ടികൾ മുസ്ലിം സംഘടനകളുമായി തെരഞ്ഞെടുപ്പ് സഖ്യത്തിൽ ഉൾപ്പെട്ട കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ അത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ഒരുപാട്. ഒന്നിച്ചു നിൽക്കാൻ കഴിയുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് അതിനുള്ള സാധ്യതകൾ കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ ഒരു പ്രോഗ്രസ്സായി അടയാളപ്പെടുത്താൻ പറ്റുന്ന രീതിയിലുള്ള ശ്രമങ്ങൾ ഉണ്ടാവുമ്പോൾ അതിനെ ഇപ്പോൾ മുസ്ലിം സംഘടനകൾക്കെതിരെ അല്ലെങ്കിൽ മുസ്ലിം നേതൃത്വത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്ന പ്രസ്താവനകളുടെ ആ ഒരു രാഷ്ട്രീയ ടാർഗറ്റിംഗ് വളരെ ഭീകരമായി നടന്നുകൊണ്ടിരിക്കും. അങ്ങനെയുള്ളൊരു സമയത്തും ഇപ്പോൾ കോൺഗ്രസ് പോലുള്ളൊരു മുഖ്യധാര രാഷ്ട്രീയ പാർട്ടിക്ക് മുസ്ലിം വോട്ട് ബാങ്ക് എന്നുള്ളത് ഒരു വലിയ പ്രധാനപ്പെട്ട മറ്റൊരു പവർ ഗെയിമാണ് അവർക്ക്. ഈ രീതിയിൽ വളരെയധികം ഡിവിസീവായിട്ട് നമ്മുടെ രാഷ്ട്രീയത്തിനെ കൊണ്ടുപോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയും അത് നിലനിൽക്കുകയും ചെയ്യുന്നത് ആദ്യാവസാനം ഹിന്ദുത്വ ശക്തികൾക്കുള്ള ഒരു അനുകൂലനമായിട്ട് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇലക്ഷൻ സമയത്തുള്ള ക്യാമ്പയിനും ആ ഒരു തരത്തിലുള്ള സപ്പോർട്ടിങ് അവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതെ, പ്രത്യേകിച്ച് മുസ്ലിം പ്രീണനം എന്നുള്ളൊരു ആരോപണം വരുമ്പോൾ അത് രാഷ്ട്രീയമായിട്ട് ഒരു മുസ്ലിം പൊളിറ്റിക്കൽ പാർട്ടിക്ക് സ്വന്തമായൊരു ഐഡന്റിറ്റി ഇല്ല എന്ന് പറയുന്ന അതിന് തുല്യമാണ് ശരിക്കും. അല്ലെങ്കിൽ അത്രയും അധികാരം ഉണ്ടാവാൻ പാടില്ല അങ്ങനെ ഒരു പാർട്ടിക്ക്. അങ്ങനെ ഒരു മെസ്സേജാണ് അത് കൊടുക്കുന്നത്. ഈ പൊതു തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ന്യൂനപക്ഷ പ്രീണനം എന്നുള്ളത് ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ BJP നേതാക്കളും പിന്നെ വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ മറ്റ് വക്താക്കളും കേരളത്തിൽ വ്യാപകമായി ഉപയോഗിച്ചൊരു ടൂളായിരുന്നു. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മൊത്തത്തിൽ അത് ഉപയോഗിച്ചിട്ടുണ്ട്. കേരളത്തിനെ അത് പ്രത്യേകിച്ച് ലക്ഷ്യമിട്ട ഒരു സമയമായിരുന്നു. BJPന്റെ കേന്ദ്ര നേതൃത്വം കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി വന്ന ഒരു സമയമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശ്ശൂർ ഒരു വലിയൊരു വിമൻസ് മീറ്റിംഗ് അഡ്രസ് ചെയ്തൊരു സമയം ഉണ്ടായിരുന്നു. ജനുവരിയിലായിരുന്നു അത്. പല നേതാക്കളും കേരളത്തിലെ BJP നേതാക്കൾക്ക് വേണ്ടി ക്യാമ്പയിൻ ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് നടത്തിയ പ്രസംഗങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെട്ട വിഷയങ്ങൾ എന്ന് പറയുന്നത് മതസ്വത്വം, സംവരണം, ലവ് ജിഹാദ്, കേരള സ്റ്റോറി എന്നുള്ള സിനിമ, പിന്നെ തൃശ്ശൂർ പൂരം, ശ്രീരാമൻ, മതപ്രീണനം, ഇതൊക്കെയാണ് അവർ ഏറ്റവും കൂടുതൽ സംസാരിച്ച വിഷയങ്ങൾ. അതേപോലെ ദേശീയ തലത്തിലും ആർട്ടിക്കിൾ 370 റദ്ദാക്കിയ സംഭവം അതൊരു വിജയമായിട്ടാണ് BJP എപ്പോഴും ക്യാമ്പയിൻ ചെയ്തിട്ടുള്ളത്. അതേപോലെ വോട്ട് ബാങ്ക്, പോപ്പുലേഷൻ ജിഹാദ്, വോട്ട് ജിഹാദ്, ഇതൊക്കെയാണ് ദേശീയ തലത്തിൽ ഉപയോഗിച്ച വിഷയങ്ങൾ. കേരള സ്റ്റോറി ശരിക്കും അവർ ഇന്ത്യയിൽ മൊത്തം ഉപയോഗിച്ചൊരു വിഷയമാണ് ഈ പ്രചാരണത്തിന്റെ സമയത്ത്. അതും കേരളത്തിനെ കുറിച്ച് മൊത്തത്തിൽ ഒരു ഇമേജ് ഉണ്ടാക്കുന്നതിനും കേരളം ഇങ്ങനെയാണ് എന്നൊരു തെറ്റായ ഒരു സന്ദേശം കൊടുക്കുകയും ചെയ്തൊരു സിനിമയാണ്. അതിനെ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ചു എന്ന് പറയുന്നത് പ്രത്യേകമായ ഒരു സംസ്ഥാനത്തിനെ ടാർഗറ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെയായിരുന്നു. ക്യാമ്പയിനുകളെ കുറിച്ച് പറഞ്ഞല്ലോ, ഇപ്പോൾ ലവ് ജിഹാദ് പോലെയുള്ള അല്ലെങ്കിൽ കേരള സ്റ്റോറിലുള്ള ക്യാമ്പയിനുകൾ എനിക്കൊന്ന് സോഷ്യൽ മീഡിയകളിലാണ് ഏറ്റവും കൂടുതൽ പ്രചരിപ്പിച്ചിട്ടുള്ളത് തോന്നുന്നുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളിലുള്ള ചില ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ, ന്യൂസ് പ്ലാറ്റ്ഫോംസ് എന്ന് പറയുന്ന അത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെയൊക്കെയാണ് ഇത്തരം ക്യാമ്പയിനുകളും മറ്റു രീതിയിലുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ പ്രചരിപ്പിച്ചിട്ടുള്ളത്. ലവ് ജിഹാദിന് വിഷയം എടുക്കുകയാണെങ്കിൽ കേന്ദ്ര അന്വേഷണ ഏജൻസി പോലും നടന്നിട്ടില്ല എന്ന് പറഞ്ഞൊരു കാര്യത്തെ ആ ഒരു വിഷയത്തിലൊരു സിനിമ ഉണ്ടാക്കുന്നു. ആ സിനിമയുടെ ഏറ്റവും കൂടുതലുള്ള പ്രചരണം നടക്കുന്നത് പിന്നെ സോഷ്യൽ മീഡിയ വഴിയാണ്. ഇസ്ലാം ഫോബിയായിട്ടുള്ള കാര്യങ്ങളെ പ്രചരിപ്പിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഇടമായിട്ട് സോഷ്യൽ മീഡിയകൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രശ്നം സമൂഹത്തിൽ ഒരുപക്ഷെ അധികം സെൻസറി പോലും ചെയ്യാത്ത, അല്ലെങ്കിൽ ഏത് രീതിയിലെ ചർച്ചകളാണ് അവിടെ നടക്കുന്നതെന്ന് പോലും കൺട്രോൾ ചെയ്യാനാവാത്ത രീതിയിലുള്ള വലിയ വലിയ പ്രചരണങ്ങൾ സാമൂഹിക മാധ്യമങ്ങൾ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ന്യൂസ് പ്ലാറ്റ്ഫോംസ് എന്ന പേരിൽ അറിയപ്പെടുന്ന കുറച്ച് കാര്യങ്ങൾ. ഇപ്പം നമ്മുടെ റിപ്പോർട്ട് നോക്കുകയാണെങ്കിൽ വയനാട് ദുരന്തത്തെ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ പല ഓൺലൈൻ
ഓൺലൈൻ സൈറ്റുകളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. കർമ്മ ന്യൂസ് പോലെയുള്ള ABC മലയാളം പോലെയുള്ള കാര്യങ്ങളിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പ്രചരണം ഉണ്ടായിട്ടുള്ളത് ഇത്തരത്തിലുള്ള ഓൺലൈൻ ന്യൂസ് പ്ലാറ്റ്ഫോമുകളിൽ നിന്നാണ്. പൊളിറ്റിക്കലി നമ്മൾ എങ്ങനെയാണ് ഹിന്ദുത്വത്തിനെ പ്രതിരോധിക്കേണ്ടത് എന്ന് പറയുമ്പോൾ അവരെന്താണ് പറയുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതും ഫാക്ട് ചെക്ക് ചെയ്യേണ്ടതും എല്ലാം വളരെ പ്രധാനമാണ്. പക്ഷെ നമ്മൾ എത്രത്തോളം അത് ചെയ്യുന്നുണ്ട്, നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ എത്രത്തോളം അത് ചെയ്യുന്നുണ്ട്, എത്രത്തോളം ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ ഒരു കേരളത്തിലെ ഒരു അധികാര വ്യാപനം ഹിന്ദുത്വം നടത്തുന്ന ആ ഒരു സമയത്ത് എത്രത്തോളം നമുക്ക് അതിനെ പ്രതിരോധിക്കാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവിടെ നിൽക്കുന്നുണ്ട്. കാരണം ഇത്തരം ചാനലുകളുടെയും ഇതുപോലുള്ള ബ്ലോഗർമാരുടെയും ഒക്കെ ഒരു എമർജൻസി എന്ന് പറയുന്നത് വളരെ സ്ലോ ആയിട്ടുണ്ടായിരുന്ന സംഭവം തന്നെയാണ്. പല രീതിയിലുള്ള എന്താ പറയുക ഐഡന്റിറ്റികളിലുള്ള ആളുകൾ അവരതിനെ എസ്റ്റാബ്ലിഷ് ചെയ്തൊരു സമയം നമ്മുടെ ഇടപെടലിൽ നിന്ന് മിസ്സായിട്ടുണ്ട്. അതും കൂടിയാണ് ഇവരുടെ ഇത്രയധികം വലിയൊരു രീതിയിൽ വളരാനുള്ളൊരു കാരണം എന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ ഒരു റീസൺ എന്ന് പറയുന്നത് അവർക്കെതിരെ ഉണ്ടാവുന്ന കേസുകൾ, ഇപ്പൊ കർമ്മ ന്യൂസിനെതിരെയൊക്കെ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, പക്ഷെ അതിലൊന്നും നടപടി എടുക്കാറില്ല. അതേപോലെ വലതുപക്ഷ ആശയം പ്രചരിപ്പിക്കുന്ന ഹിന്ദുത്വ ആശയം പ്രചരിപ്പിക്കുന്ന മാധ്യമങ്ങൾക്കെതിരെ FIR ഉണ്ടായാൽ പോലും അതിൽ നടപടികൾ എടുക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതിന് മാധ്യമപ്രവർത്തകർ എന്നുള്ള രീതിയിലും നമ്മൾക്ക് പ്രതിരോധിക്കേണ്ട ഒരു അത്യാവശ്യം. പ്രത്യേകിച്ച് അതിൻ്റെ ഒരു ഭീകരമായ ഒരു സ്റ്റേജ് വരുന്നത് ദുരന്തം ഉണ്ടാകുമ്പോൾ അവിടെയും ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള കാര്യങ്ങളെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രസ്താവനകളെ കൊണ്ടുവരുന്ന രീതിയിൽ ആ ഒരു കാര്യത്തെ വളച്ചൊടിക്കുന്ന ചില മാധ്യമങ്ങൾ അല്ലെങ്കിൽ ഓൺലൈൻ മാധ്യമങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം എനിക്കൊന്ന് ABC വന്നൊരു റിപ്പോർട്ട് ബംഗ്ലാദേശിൽ നിന്നുള്ള ആളുകൾ വയനാട്ടിൽ കുടിയേറിയിട്ടുണ്ട്, ആ രീതിയിലുള്ള പ്രസ്താവനകളൊക്കെ ഇത്തരം ചാനലുകളിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പശുവിൻ്റെ മാംസം ഭക്ഷിക്കുന്നത് കൊണ്ടാണ് ദുരന്തം ഉണ്ടാവുന്നത് എന്നുള്ള രീതിയിലേക്ക് വരെ എത്തുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഇത്തരം ഓൺലൈനിൽ വരുന്നത്. ഇതിനെയൊക്കെ കൃത്യമായി നോട്ടീസ് ചെയ്യാനോ അല്ലെങ്കിൽ ഇവരെന്താണ് പറയുന്നത് എന്നുള്ളൊരു മോണിറ്റർ ചെയ്യാനോ ഉള്ള ഒരു സംവിധാനം യഥാർത്ഥത്തിൽ ഇവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു പ്രശ്നം കൂടിയും ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയകൾ വഴിയുള്ള ഇസ്ലാമോഫോബിക് കാര്യങ്ങൾ പ്രചരിക്കുന്നതിന് പിന്നിലുണ്ടാവുന്നുണ്ടല്ലേ? അതെ, അങ്ങനെ ഒരു സംവിധാനം ആവശ്യമുണ്ട് എന്നുള്ളതാണ് നമുക്കതിന് മനസ്സിലാവുന്നത്. ദേശീയ തലത്തിൽ നോക്കിയാലും ഈ ബ്രോഡ്കാസ്റ്റിംഗ് ഗൈഡ് ലൈൻസ് സെറ്റ് ചെയ്യുന്ന അതോറിറ്റി, അതിലാണെങ്കിലും ന്യൂസ് 18 പോലെയുള്ള ചാനലുകൾക്കെതിരെയൊക്കെ ഒരുപാട് അവരുടെ പ്രൈം ടൈം ഡിബേറ്റുകളൊക്കെ ഒരുപാട് പരാതികൾ കൊടുക്കുന്ന സംഘടനകൾ, ഹ്യൂമൻ റൈറ്റ്സ് സംഘടനകളൊക്കെ ഉണ്ട്. പക്ഷെ അതിൻ്റെയൊക്കെ ഒരു എൻഡ് റിസൾട്ട് എങ്ങനെയാണ്, അല്ലെങ്കിൽ അത് അത്തരത്തിലുള്ള ചില ആങ്കർമാരെ അവർക്ക് ചിലപ്പോൾ അവരെ കൊണ്ട് ഫൈൻ അടപ്പിക്കുന്നതായിരിക്കും ചിലപ്പോൾ അവരുടെ ആക്ഷൻ. അല്ലാതെ അത്തരത്തിലുള്ള ഒരു മോണിറ്ററിങ്ങിൻ്റെ ആവശ്യം, ഒരു സെൻസിറ്റിവിറ്റി നിലനിർത്തേണ്ടതിൻ്റെ ആവശ്യം ഉണ്ട് എന്നാണ് ഇതുപോലുള്ള ഒരു യൂട്യൂബിലൂടെയും അല്ലെങ്കിൽ യൂട്യൂബിൽ അത്രയധികം ഫോളോവേഴ്സ് ഉണ്ടാക്കി വ്യാപിക്കുന്ന ചാനലുകൾക്ക് അവർക്ക് അതിന് അങ്ങനെ ഒരു കൺട്രോളിങ് ആവശ്യമുണ്ട്. കേരളത്തിൽ വളർന്നു വരുന്ന മതമൗലികവാദം വിദ്യാർത്ഥികളിലേക്കും കുത്തിവെക്കുന്ന ചിലരാണ് നിർമ്മല കോളേജ് നിസ്കാര വിവാദത്തിന് പിന്നിൽ. ഒരു കോളേജിൽ ഇത് അനുവദിച്ചു കഴിഞ്ഞാൽ മറ്റെല്ലാ വിദ്യാലയങ്ങളിലും നിസ്കരിക്കാൻ പ്രത്യേക സ്ഥലവും മസ്ജിദും വേണമെന്ന ആവശ്യം ഉയരുമെന്ന് ഉറപ്പാണ്. കർമ്മ ന്യൂസ് ജൂലൈ 27 പ്രസിദ്ധീകരിച്ച മതേതര കേരളത്തിൽ നിർമ്മലയുടെ ചരിത്രമുറി എന്ന ഒരു ലേഖനം, അതിൽ ഇങ്ങനെ പറയുന്നു: കേരളത്തിലെ ഒരു പ്രത്യേക കോളേജിൽ അവിടെ നിസ്കരിക്കാൻ ഇടം വേണമെന്ന് വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ട ഒരു സമരത്തിന് അതിനെ ഒരു ഭീഷണിയായി കാണുന്ന തരത്തിലുള്ളൊരു പ്രസ്താവനയാണിത്. മതസ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഇപ്പോഴും നമ്മുടെ ഭരണഘടനയിൽ നിലനിൽക്കുന്ന ഒരു അവകാശം തന്നെയാണ്. ആ സമയത്താണ് ഇതുപോലുള്ള പ്രസ്താവനകൾ ഇവിടെ വരുന്നത്. നിയമസഭാ സ്പീക്കറായ ഷംസീറിന്റെ താല്പര്യപ്രകാരം വെള്ളിയാഴ്ചകളിൽ ചോദ്യോത്തര സമയം എടുത്തു കളഞ്ഞു. ഇത് ABC മലയാളം ചാനലിൽ 27 ജൂലൈ 2024 മാധ്യമപ്രവർത്തകൻ വടയാർ സുനിൽ പറഞ്ഞ ഒരു പ്രസ്താവനയാണ്. ഈ ചാനലുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇവര് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഇവര് എക്സ്ക്ലൂസീവ്ലി ഇസ്ലാമോഫോബിക് കണ്ടന്റ് മാത്രം പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് ഇവരുടെ
ഇവരുടെ എല്ലാ കണ്ടന്റുകളും പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് മനസ്സിലാവും. പൊതു സ്വഭാവം ഈ ഒരു കാര്യമായിരിക്കും. അതെ. ABC മലയാളം, മറുനാടൻ മലയാളി, കർമ്മ ന്യൂസ്, ന്യൂസ് കഫേ ലൈവ്, ഷക്കീന TV, ഗുഡ് ന്യൂസ്, തത്വമയി തുടങ്ങി ഈ ചാനലുകളൊക്കെ നമ്മൾ ഈ പഠനത്തിൽ പരിശോധിച്ചിട്ടുണ്ട്. അതിലെല്ലാം ഏറ്റവും കൂടുതൽ അവർ പ്രസിദ്ധീകരിക്കുന്ന കണ്ടന്റ്, അല്ലെങ്കിൽ അത് മാത്രമാണ് അവർ പ്രസിദ്ധീകരിക്കുന്നത്, അതിൽ അത്തരം കണ്ടന്റുകൾ ഉണ്ടാക്കാൻ വേണ്ടിയാണ് അവർ പ്രവർത്തിക്കുന്നത് തന്നെ തോന്നും. ചാനലുകൾ പറഞ്ഞ പോലെ തന്നെ ചില വ്യക്തികൾ നടത്തുന്ന യൂട്യൂബേഴ്സായി വരുന്ന ആളുകൾ നടത്തുന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഈ ഹാരിഫ് ഹുസൈനെ പോലെയുള്ള മാത്യു സാമുവിനെ പോലുള്ള ആളുകളുടെ യൂട്യൂബ് ചാനലുകൾ, ഇതിലൂടെയും നിരന്തരം ഇത്തരത്തിലുള്ള ഇസ്ലാംഫോബിക് കണ്ടന്റുകൾ വ്യാപനമായി പ്രചരിപ്പിക്കുന്നുണ്ട്. TG മോഹൻദാസിന്റെ ഒരു പ്രസ്താവന ഞാൻ വായിക്കാം. അതിങ്ങനെയാണ്. അത് ആരിഫ് ഹുസൈൻ്റെ യൂട്യൂബ് ചാനലിലാണ് TG മോഹൻദാസ് അതിനെക്കുറിച്ച് ഈ പ്രസ്താവന നടത്തിയിരിക്കുന്നത്. സമാധാന പ്രിയരും വിമർശന ഭയം ഇല്ലാതിരുന്നവരുമായ ഹിന്ദുക്കൾ ഇപ്പോൾ അങ്ങനെയല്ല. അവർ അസഹിഷ്ണുത പ്രകടിപ്പിക്കുന്നു. കാരണം അവർ ഇസ്ലാമിനെ അനുകരിക്കുന്നു. ഇസ്ലാമിന്റെ തനത് സ്വഭാവമായ അക്രമവും അസഹിഷ്ണുതയും ഹിന്ദുക്കൾ പഠിച്ചെടുത്തിരിക്കുന്നു. ഇത് പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. എന്തെങ്കിലും ഒരു സമൂഹത്തിൽ എന്തെങ്കിലും വളരെ റിഗ്രസീവ് ആയിട്ടുള്ള ഒരു കാര്യം നടക്കുമ്പോൾ അതിനെ താലിബാൻ എന്ന മെറ്റഫർ ഉപയോഗിച്ച്, അതുമായി ഒരു ബന്ധവും ഇല്ലാത്ത സംഭവങ്ങളായിരിക്കാം, പക്ഷെ ആ ഒരു മെറ്റഫറാണ് എപ്പോഴും അത്തരം സാഹചര്യങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്നത്. അതുപോലെ ഈ ഹിന്ദുത്വ പാർട്ടികളെ ഹിന്ദു താലിബാൻ എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. അത് കേരളത്തിൽ നിലനിൽക്കുന്ന ഒരു പ്രയോഗമാണ്. അതുതന്നെയാണ് ഇവിടെ TG മോഹൻദാസും പറയുന്നത്. ഹിന്ദുക്കൾ അവരുടെ ഒരു എന്താ പറയുക, എസെൻഷ്യലി അവർ വയലന്റ് അല്ല, അവർ ഇസ്ലാമിനെ കണ്ടിട്ടാണ് വയലൻസ് പഠിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പം ഇത്തരത്തിൽ സമൂഹത്തിൽ വലിയ ആഘാതങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന പ്രസ്താവനകളാണ് ഈ ചാനലുകൾ പറയുന്നത് എന്നുള്ള, ഇതിനൊരു നിയന്ത്രണവും ഇല്ല എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഒരു സൊസൈറ്റി എന്നുള്ള രീതിയിൽ നമ്മളെ ഒരു സാമൂഹ്യ ആരോഗ്യത്തിനെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന ഒരു പ്രശ്നം. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഈ ഹാരിഫ് ഹുസൈൻ്റെ ഒക്കെ യൂട്യൂബ് ചാനൽ ഒന്ന് നോക്കുമ്പോൾ എല്ലാവരും ഒരു പൊതു സ്വഭാവം എന്ന് പറയുന്നത് ഇസ്ലാം ഫോബിക് അടങ്ങിയിട്ടുള്ള കണ്ടന്റുകളാണ്. പ്രത്യേകിച്ച് അവിടെ നടന്ന പ്രോഗ്രാമുകൾ ആ രീതിയിലാണ്. ഏത് വിഷയങ്ങളെയും ആ രീതിയിലേക്ക് മാറ്റാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. ഇപ്പം അടുത്തിടെ നടന്ന വീട്ടുപ്രസവവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഇതിൻ്റെ മതത്തിൻ്റെ പങ്കിനെ കുറിച്ചുള്ള പല ചർച്ചകൾ നടക്കുന്നുണ്ടിടയിൽ തന്നെ മതത്തിൽപ്പെട്ട പല പണ്ഡിതന്മാരും അതിനെ വിമർശിക്കുന്നുണ്ട്. ആ വീട്ടുപ്രസവം പോലുള്ള കാര്യങ്ങൾ വിമർശിക്കുമ്പോൾ പോലും ഹാരിഫ് ഹുസൈൻ്റെ ഒരു പ്രസ്താവനയായിട്ട് വന്നിട്ടുള്ളത് ഇതിന് പേരിൽ ഹിജാബ് നിയമമാണെന്ന രീതിയിൽ ആ ഒരു ചർച്ചയും മറ്റും വേറൊരു രീതിയിലേക്ക് മാറ്റുന്ന പലതരത്തിലുള്ള വീഡിയോകളും മറ്റ് കണ്ടന്റുകളും വന്നിട്ടുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ യൂട്യൂബ് ചാനലിൻ്റെ പൊതു സ്വഭാവം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഏത് വിഷയത്തെയും ഒരു ഇസ്ലാംഫോബിക് ആക്കി മാറ്റുക, അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് മാറ്റുന്ന ഒരു തരത്തിലുള്ള കാര്യങ്ങൾ, വർഗീയമായിട്ടുള്ള കൊണ്ടുവരാൻ അല്ലെങ്കിൽ കമ്മ്യൂണലി പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആ ഒരു ഇന്റൻഷൻ നമുക്കത് കാണുമ്പോൾ വ്യക്തം ആവുന്ന രീതിയിലാണ്. ഇപ്പം ഫലസ്തീനിലെ വിഷയങ്ങളെ പോലും കൈകാര്യം ചെയ്യൽ ആ രീതിയിലാണ്. ഫലസ്തീനികളിലെ മുസ്ലിങ്ങളുടെ ഒരു പ്രശ്നമാണ് ഇതിനൊക്കെ പിന്നിലെന്ന രീതിയിലൊക്കെ പറയുന്ന രീതിയിൽ ആ ഒരു വിഷയത്തെ മാറ്റിയെടുക്കാൻ ഇത്തരത്തിലുള്ള ചില യൂട്യൂബേഴ്സ് ശ്രമിക്കുന്നതായിട്ടുള്ള വീഡിയോകൾ നമുക്ക് ഇത്തരം സോഷ്യൽ മീഡിയയിൽ കാണാൻ പറ്റുന്നുണ്ട്. റീസ നേരത്തെ പറഞ്ഞല്ലോ, അവര് തുടർച്ചയായി എല്ലാ ദിവസവും, ഇപ്പോൾ ആരിഫ് ഹുസൈനൊക്കെ പോലുള്ള ആളുകൾ എല്ലാ ദിവസവും കണ്ടന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളതാണ്. അത് എങ്ങനെയാണ് സാധിക്കുന്നത്? അതിനുള്ളൊരു ക്യാപിറ്റൽ എങ്ങനെയാണ് അവർക്ക് ഉണ്ടാവുന്നത്? ഇത്തരത്തിലുള്ളൊരു വിദ്വേഷം പ്രചരിപ്പിക്കാനാണെങ്കിൽ അതിന് മണിക്കൂറുകളോ അല്ലെങ്കിൽ 1-2 ദിവസങ്ങളോ മാത്രം മതി. അപ്പോൾ ഇതിന്റെ ഒരു ക്യാപിറ്റൽ എന്താണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ കൂടെ ഇവിടെ വരുന്നില്ലേ? ഈ എക്സ് മുസ്ലിം യുക്തിവാദി നേതാവ് ആരിഫ് ഹുസൈൻ തെരുവത്തിന്റെ കാര്യം പറഞ്ഞ പോലെ മുൻ തെഹൽക്ക മാധ്യമ പ്രവർത്തകൻ മാത്യു സാമുവൽ, മറുനാടൻ മലയാളി ജേർണലിസ്റ്റ് ഷാജിൻ സ്കറിയ, കേരളത്തിലെ ദൃശ്യമാധ്യമ രംഗത്ത് വളരെ സജീവമായിരുന്ന അഡ്വക്കേറ്റ് ജയശങ്കറിനെ പോലുള്ള ഈ ആളുകളൊക്കെയാണ് നമ്മുടെ ഡോക്യുമെന്റേഷനിൽ ഏറ്റവും തീവ്രമായ രീതിയിൽ മുസ്ലിം പോപ്പുലേഷൻ, മുസ്ലിം ജനങ്ങൾക്കെതിരെ ഒരു വിദ്വേഷം തുടർച്ചയായിട്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇവരൊക്കെയാണ്. ഇതിലിപ്പോൾ ആരിഫ് ഹുസൈൻ തെരുവത്തിനെതിരെയും ഷാജിൻ സ്കറിയക്കെതിരെയും ഒക്കെ വിദ്വേഷ പ്രസ്താവനകൾ നടത്തിയതിന് നിലവിൽ പരാതികളുണ്ട്. പക്ഷെ അവർക്കെതിരെയോ അല്ലെങ്കിൽ അവരുടെ ചാനലുകൾക്കെതിരെയോ ഒന്നും നടപടികളൊന്നും ഉണ്ടാവുന്നില്ല ഇതുവരെ. പേരുകൾ പറഞ്ഞ പോലെ തന്നെ വ്യക്തികളുടെ യൂട്യൂബേഴ്സ് എന്ന രീതിയിൽ വരുന്നത് പോലെ ഓൺലൈൻ ചാനലുകൾ പോലെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങൾ ഇത്തരത്തിലുള്ള ഇസ്ലാംഫോബിക്
കണ്ടന്റുകളെ അല്ലെങ്കിൽ അതിന്റെ ഭാഗമാകുന്ന ഒരു പ്രശ്നം നന്നായിട്ടുണ്ട്. ഇപ്പൊ മാധ്യമങ്ങളും അതേപോലെ തന്നെ മാധ്യമങ്ങൾക്കെതിരെ വരുന്ന ഇത്തരം ആരോപണങ്ങളും വലിയ രീതിയിൽ തന്നെയുണ്ട്. പ്രധാനമായിട്ട് പെട്ടെന്ന് വരുന്നത് മുനമ്പം പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ടാണ്. മുനമ്പത്തിന്റെ ആദ്യ സമയങ്ങളിലൊക്കെ വിശ്വ ഹിന്ദു പരിഷത്ത് അവരുടെ സമരപന്തലോട് ചേർന്നിട്ട് പല രീതിയിലുള്ള പ്രതിഷേധങ്ങൾ എന്ന് പറയുന്ന രീതിയിലുള്ള പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ BJPയും അനുബന്ധ പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ അതിന് അതേ രീതിയിൽ വാർത്തയായി റിപ്പോർട്ട് ചെയ്യുന്നൊരു പ്രവണതയായിരുന്നു മാധ്യമങ്ങൾ അന്ന് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. അത്തരം കാര്യങ്ങളുടെ സമൂഹത്തിൽ ഒരു വിഭാഗീയത അല്ലെങ്കിൽ വർഗീയപരമായിട്ടുള്ള പല പ്രചരണങ്ങളും വ്യാപിക്കാൻ കാരണമായിട്ടുണ്ട്. കാരണം ആ സമയത്ത് വിശ്വ ഹിന്ദു പരിഷത്തും BJPയും ശ്രമിച്ചിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വിഷയത്തെ രണ്ട് മതങ്ങൾക്കിടയിലെ ഒരു പ്രശ്നമാക്കി ചിത്രീകരിക്കുക എന്നുള്ള കാര്യമായിരുന്നു. അതിലൂടെ വഖഫ് ഭേദഗതി നിയമത്തിലേക്ക് കണക്ട് ചെയ്യുക, അങ്ങനത്തെ കുറച്ച് പ്രൊപ്പഗണ്ട രീതിയിലായിരുന്നു അവരുടെ പ്രതിഷേധങ്ങളും, അല്ലെങ്കിൽ അവർ ഞങ്ങൾ സമരക്കാരുടെ കൂടെയാണ് എന്ന് പറഞ്ഞിട്ടൊക്കെ അവരുടെ സമീപനം ഉണ്ടായിരുന്നത്. അതിനെ അതേ രീതിയിൽ പ്രചരിപ്പിക്കുമ്പോൾ ഉണ്ടായ പല പ്രശ്നങ്ങളും ഇന്നും സമൂഹത്തിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ അല്ലെങ്കിൽ ഇസ്ലാമോഫോബിക്കായിട്ടുള്ള കണ്ടന്റ് കാര്യങ്ങളെ പ്രചരിപ്പിക്കുന്നതിൽ ഭാഗമാകുന്നൊരു പ്രശ്നം ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തീവ്രത എത്രത്തോളമാണ് കേരളത്തിൽ ഉണ്ടാകുന്നത്? അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ മുനമ്പത്തിലെ പ്രശ്നം അത് റിപ്പോർട്ട് ചെയ്ത രീതി, അല്ലെങ്കിൽ അവിടെ ഈ പ്രതിഷേധങ്ങളിൽ പങ്കെടുത്ത കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള ആളുകളുടെ പ്രസ്താവനകളും എല്ലാം നമ്മുടെ എവരിഡേ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രശ്നം അവിടെ വരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം നമ്മൾ ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് പറയാതെ ഒരു പ്രശ്നത്തിനെ അവതരിപ്പിക്കുമ്പോൾ അത് ഏത് രീതിയിലും അത് വായിക്കപ്പെടാവുന്ന അത് ഈ ഒബ്ജക്റ്റിവിറ്റി എന്ന് പറയുന്ന സംഭവം നമ്മൾ മാധ്യമപ്രവർത്തനത്തിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് എപ്പോഴും കീപ്പ് ചെയ്യുന്നുണ്ട്. അതേസമയം നമുക്ക് എങ്ങനെ ട്രൂത്ത്ഫുള്ളി ഒബ്ജക്റ്റീവ് ആവാം എന്നുള്ളൊരു സാധ്യതയും കൂടി ഉണ്ട് അതിൽ. അതിപ്പോൾ മുനമ്പം വിഷയമാണെങ്കിലും അതുപോലെ കേരളത്തിൽ നടക്കുന്ന വളരെയധികം കമ്മ്യൂണലൈസ് ചെയ്യപ്പെടുന്ന പ്രശ്നങ്ങൾ, അത് ഓരോ ദിവസവും നമുക്കറിയാം അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സമയങ്ങൾ വളരെ മാധ്യമങ്ങൾ കുറച്ചുകൂടി അലേർട്ട് ആവേണ്ടതുണ്ടെന്ന് തോന്നുന്നു. അതിൽ മാധ്യമങ്ങൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വലിയൊരു സ്പേസ് ഉണ്ട്. അത്തരത്തിലുള്ള ഇപ്പോൾ ഈ മുനമ്പം പ്രശ്നമാണെങ്കിലും അതിൻ്റെ ഒരു ചരിത്രം എന്താണെന്ന് പറയാനും, അത് വലിയൊരു ഓഡിയൻസ് വായിക്കുന്ന പത്രങ്ങളിലെ മാധ്യമപ്രവർത്തകർക്കുള്ളൊരു അധികാരം തന്നെയാണ് ശരിക്കും അത് പറയുക എന്നുള്ളത്. ഇപ്പോൾ അത് നിലനിൽക്കുന്നത് അവർക്ക് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഇന്നപോലെ നടന്നു എന്ന് പറഞ്ഞു പോവാം. ആ തീരുമാനം എടുക്കുന്നു എന്നുള്ളതിലാണ് ഈ വ്യത്യാസം വരുന്നത് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മാധ്യമങ്ങൾക്കെതിരെ നടക്കുന്ന ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾ. പ്രത്യേകിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇത്തരത്തിൽ മാധ്യമങ്ങളെ കാണുന്ന സമയത്ത് പ്രത്യേകിച്ച് മീഡിയ വണ്ണിനൊക്കെ ടാർഗറ്റ് ചെയ്ത് പറയുന്ന പല കാര്യങ്ങളും കണ്ടിട്ടുണ്ട്. മാധ്യമങ്ങൾക്കെതിരെ നടക്കുന്ന ഇത്തരം പ്രചാരണങ്ങളെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ടല്ലോ. സുരേഷ് ഗോപിയുടെ ഒരു മാധ്യമ ഇടപെടലുകളുടെ സ്വഭാവം കേരളത്തിൽ അത് നോർമലൈസ് ചെയ്യപ്പെടുമോ എന്നുള്ളൊരു ഭയം ആവശ്യമാണ് ശരിക്കും. കാരണം അതിനെക്കുറിച്ച് അത്തരത്തിലുള്ളൊരു പെരുമാറ്റം, പ്രത്യേകിച്ച് ഇതുപോലുള്ള വിഷയങ്ങളിൽ പ്രതികരണം അന്വേഷിക്കുന്ന സമയത്ത് റീസെന്റ് ആയിട്ട് നമ്മൾ കണ്ടു ജബൽപൂരിൽ ഉണ്ടായ വൈദികർക്ക് നേരെ ഉണ്ടായ ഒരു അറ്റാക്കിനെ കുറിച്ച് ചോദിച്ച സമയത്ത് ഉണ്ടായ പ്രതികരണം. അതുപോലെയുള്ള നിരവധി സംഭവങ്ങളുണ്ട്. സുരേഷ് ഗോപി വളരെ വയലന്റായി മാധ്യമപ്രവർത്തകർ ഈവൻ ഫിസിക്കലി പോലും അഗ്രസീവായി പെരുമാറുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിനോട് പ്രതികരിക്കാൻ കഴിയില്ല എന്ന് വരെ ഒരു ഇടതുപക്ഷ ബോധത്തിൽ ഇത് പ്രതികരിക്കേണ്ടതല്ല, അല്ലെങ്കിൽ ഇതിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതില്ല, അത്രയും നിസ്സാരമായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് എന്ന് പറയുന്ന ഒരു നിസ്സംഗതയുണ്ട്. ആ നിസ്സംഗത ഒരിക്കലും കേരളത്തിനോ അല്ലെങ്കിൽ കേരളത്തിന്റെ മാധ്യമ ഭാവിക്കോ ഒരിക്കലും നല്ലതല്ല. ഡോക്ടർ TS ശ്യാംകുമാർ മാധ്യമ ദിനപത്രത്തിൽ എഴുതിയൊരു രാമായണ വിമർശനം, അതിനെതിരെ ഹിന്ദു ഐക്യവേദി മാധ്യമ ദിനപത്രത്തിന്റെ ഓഫീസിന്റെ മുന്നിൽ വരെ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സമയത്ത് TS ശ്യാംകുമാറിന്റെ കൂടെ
നിൽക്കുമ്പോൾ തന്നെ വലിയൊരു വിഭാഗം ആളുകൾ മാധ്യമം ദിനപത്രത്തിനെതിരെയാണ് നിന്നത്. അത് ശരിക്കും ഐക്യദാർഢ്യങ്ങളുടെ ഒരു സ്വഭാവം വെളിപ്പെടുത്തുന്ന ഒരു സംഭവമാണ്. പ്രത്യേകിച്ച് ബ്രാഹ്മണ്യ വിമർശനം എന്ന് പറയുന്ന ഒരു പ്രത്യയശാസ്ത്രം പറയുന്ന ഒരു വിമർശകൻ അത് എഴുതുമ്പോൾ ടി.എസ്. ശ്യാംകുമാർ അതിൻ്റെ ആ ലേഖനത്തോട് വന്ന പ്രതികരണങ്ങൾ, അതിൽ ഇസ്ലാമോഫോബിക് ആകണം അല്ലെങ്കിൽ അതിൽ ഇസ്ലാമോഫോബിക് ആവാൻ സ്വയം മുന്നോട്ട് വരുന്ന ആളുകളുണ്ട്. ഇപ്പോൾ ഇടതുപക്ഷം ലിബറൽ പക്ഷങ്ങളിലുള്ള ആളുകൾ തന്നെയാണ്. പ്രത്യേകിച്ച് മാധ്യമ പ്രവർത്തകരായ N.E. സുധീർ, K.J. ജേക്കബ് ഒക്കെ പോലുള്ള ആളുകൾ, അവരുടെ പ്രതികരണങ്ങൾ ഈ പത്രത്തിൽ എന്തിനാണ് നിങ്ങൾ എഴുതിയത്, നിങ്ങൾ ഈ പത്രത്തിൽ എഴുതിയത് എന്തുകൊണ്ടും തെറ്റ് തന്നെയാണ് എന്ന് പറയുന്ന ഒരു സാഹചര്യം. അതിനോട് ശ്യാംകുമാർ തന്നെ പ്രതികരിച്ചിരിക്കുന്നത്, ഈ അറ്റാക്ക് ചെയ്യുന്ന ആർക്കും ഞാൻ എഴുതിയിരിക്കുന്ന കാര്യങ്ങളൊന്നും തെറ്റാണെന്ന് പറയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അതാണ് വസ്തുത. ആ വസ്തുത അവിടെ നിലനിൽക്കും എന്നുള്ളതാണ്. അപ്പൊ അത് ഏത് മാധ്യമത്തിലൂടെ പറയുന്നു എന്നുള്ളത് ഇവിടെ ഒരു വിഷയമാകുന്നത് അത് മാധ്യമം ദിനപത്രം ആയതുകൊണ്ടാണ്. വളരെ ഡൊമിനൻ്റ് ആയിട്ടുള്ള ഒരു ഫോഴ്സ് ഇതുപോലുള്ള ഒരു വിഷയത്തിനെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ, ഒരു ദളിത് ഇന്റലക്ച്വലിനെ അറ്റാക്ക് ചെയ്യുന്ന സമയത്തും അവിടെയും നിങ്ങൾ പക്ഷം പിടിക്കുകയാണ് എങ്കിൽ, അല്ലെങ്കിൽ അവിടെയും ഒരു ഐക്യദാർഢ്യത്തിന് ഒരു മാനദണ്ഡം വെക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നമായി തോന്നുന്നത്. സമൂഹത്തിൽ വിവിധ മേഖലകളിൽ നിന്നുണ്ടാകുന്ന ഇത്തരത്തിലുള്ള ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇത് നേരിടേണ്ടി വരുന്ന ആളുകളെ കുറിച്ചുള്ള കാര്യവും. പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകൾക്ക് നേരെ നിരന്തരം ഇത്തരത്തിലുള്ള വംശീയത നിറഞ്ഞ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളെയും കൂടി നമ്മളെ ഒരു റിപ്പോർട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭീകരത എത്രത്തോളം വലുതാണ്? 2024 ഫെബ്രുവരിയിൽ മുസ്ലിം ലീഗ് നേതാവ് അഡ്വക്കേറ്റ് ഫാത്തിമ തെഹലിയ അവർ ഖത്തർ KMCC സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി അവർ ഖത്തറിലെത്തിയിരുന്നു. അപ്പോൾ ഇന്ത്യൻ എംബസീൻ്റെ ഒരു നിർദ്ദേശപ്രകാരം ആ പരിപാടിയിൽ നിന്ന് അവരെ ഒഴിവാക്കിയതായി ഇവരെ സംഘാടകരെ അറിയിച്ച ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇതിന് കാരണമായി പറയുന്നത് തെഹ്ലിയ ഏകീകൃത സിവിൽ കോഡിനെതിരെ സംസാരിച്ചൊരു വീഡിയോ ആണ്. ഈ പരിപാടിയുടെ ഭാഗമായി നിർമ്മിച്ച ഒരു പ്രചാരണ വീഡിയോ ആണത്. അപ്പോൾ അങ്ങനെ ഒരു അഭിപ്രായം, ഒരു രാഷ്ട്രീയം ഉണ്ടാവുന്നതിനെ തുടർന്ന് ഇത്തരത്തിലുള്ള ഒരു വിലക്ക് അവർ നേരിടുകയാണ് ഉണ്ടായത്. എന്നാൽ ഈ ഒരു വിലക്ക് വലിയൊരു വാർത്തയാവുകയോ അല്ലെങ്കിൽ ഒരു വ്യക്തി എന്ന നിലയിൽ ഒരു മുസ്ലിം സ്ത്രീയെ വിലക്കാൻ ഒരു സർക്കാർ ഏജൻസിക്ക് അധികാരമുണ്ടോ എന്നുള്ളൊരു ചോദ്യമൊന്നും ആ സമയത്ത് അതൊരു വലിയ വാർത്ത തന്നെ ആയില്ല എന്നുള്ളതാണ് അവിടെയുള്ളൊരു പ്രശ്നം. 2024 കേരള സാഹിത്യ അക്കാദമിൻ്റെ വൈജ്ഞാനിക സാഹിത്യത്തിനുള്ള GN പിള്ള എൻഡോമെൻ്റ് അവാർഡ് ലഭിച്ചത് ഉമ്മുൽ ഫൈസി എഴുതിയ ഇസ്ലാമിക് ഫെമിനിസം, വൈവിധ്യം, സങ്കീർണത, ഭാവി എന്ന പുസ്തകത്തിനായിരുന്നു. അപ്പോൾ ഈ പുസ്തകത്തെക്കുറിച്ചും ഈ അവാർഡിനെ കുറിച്ചും ഇത് എഴുതിയ ഗവേഷകയെക്കുറിച്ചും സംഘപരിവാറും പിന്നെ ചില സെക്യുലർ ലിബറൽ വിഭാഗങ്ങളും ഒരു അറ്റാക്ക് നടത്തുന്ന ഒരു സംഭവം ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെയുള്ള സംഘടനകൾ അടക്കം അത്തരത്തിലുള്ള ഒരു ആക്രമണം ഈ ഓദറിനെതിരെ നടത്തിയ ഒരു സംഭവമാണ് ഇതിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. മറ്റൊന്ന് ആലുവ സർവമത സമ്മേളനത്തിൻ്റെ ശതാബ്ദി അനുബന്ധിച്ച് തിരുവനന്തപുരത്ത് നടന്ന ഒരു സമ്മേളനത്തിൽ മുസ്ലിം സ്ത്രീ ഗവേഷകയായ ഡോക്ടർ വർഷ ബഷീർ സംസാരിച്ചത് ഈ മതമൈത്രിയെ സംബന്ധിച്ച് ഇസ്ലാമിലെ വീക്ഷണത്തെക്കുറിച്ചുള്ള അതായിരുന്നു അവരവിടെ സംസാരിച്ചത്. ആ പ്രസംഗത്തെ തുടർന്ന് അവിടെ ഈ മതമൗലികവാദത്തെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയരുകയും അവർ ആ വേദിയിൽ വെച്ച് ഇസ്ലാമോഫോബിയയെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെതിരെ ആരിഫ് ഹുസൈൻ തെരുവത്ത് ഒരു വീഡിയോ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. ഈ 3 സംഭവങ്ങളാണ് ഈ മുസ്ലിം സ്ത്രീകൾക്ക് നേരെ നടന്നിട്ടുള്ള ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള സംഭവങ്ങളായി ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിൽ വരുന്ന പല പ്രശ്നങ്ങളും അതിൽ പ്രതികരിച്ചതിൻ്റെ പേരിൽ വ്യക്തിപരമായിട്ട് ഇത്തരത്തിലുള്ള വിദ്വേഷ പ്രചാരണത്തിന് ഇരയാകേണ്ടി വന്ന
കുറേ ആളുകളുണ്ടല്ലേ, അത് അവരുടെയും കൂടി കാര്യങ്ങൾ നമ്മൾ ഈ ഒരു റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തുന്നുണ്ടല്ലോ. ഈ ദേശീയവും അന്തർദേശീയവുമായ പല പ്രശ്നങ്ങളിലും പ്രതികരിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഇസ്ലാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഒരു വർഗീയമായ ഒരു പ്രശ്നത്തെക്കുറിച്ച് പ്രതികരിക്കുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്, ഈ ബാബറി മസ്ജിദ് കേസിൽ കോടതി വിധി വരുന്ന സമയത്ത് മുസ്ലിങ്ങൾ പ്രതികരിക്കാൻ പാടില്ല എന്ന് കേരള പോലീസിന്റെ ഒരു നിർദ്ദേശം വന്നതായിരുന്നു. വളരെ സ്ട്രെയിഞ്ച് ആയിട്ടുള്ളൊരു സംഭവം ഈ കേരള സർവകലാശാല യുവജനോത്സവത്തിന് ഇന്തിഫാദ എന്ന് പേരിട്ടതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. ആ പേര് എവിടെയും, അതായത് പോസ്റ്ററുകളിലോ സോഷ്യൽ മീഡിയയിലോ നോട്ടീസിലോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല എന്ന് സർവകലാശാല VC പറഞ്ഞൊരു സംഭവം. ഇത് ഒരു അന്താരാഷ്ട്ര പ്രശ്നത്തോട് നമുക്ക് വിദ്യാർത്ഥികൾ പ്രതികരിക്കാൻ പാടില്ല എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ഇസ്ലാമോഫോബിക് സംഭവമാണ്. അതുപോലെ രാം മന്ദിർ പ്രാണപ്രതിഷ്ഠ ദിവസം ഈ എല്ലാവരും വീടുകളിൽ ദീപം തെളിയിക്കണമെന്ന് ഗായിക KS ചിത്ര പറഞ്ഞൊരു സംഭവം. ആ സംഭവത്തോട് പ്രതികരിച്ച ഗായകൻ സൂരജ് സന്തോഷിനെതിരെ വലിയ രീതിയിലുള്ള, അങ്ങനെ പറഞ്ഞത് കാരണം സൂരജ് സന്തോഷ് നേരിട്ടൊരു സൈബർ അറ്റാക്ക്. ഒരു വ്യക്തി ഇത്തരത്തിലുള്ള ഒരു സംഭവത്തിനെതിരെ, ഒരു കമ്മ്യൂണൽ സ്റ്റേറ്റ്മെന്റിനെതിരെ പ്രതികരിക്കുമ്പോൾ അയാൾക്കെതിരെ വരാവുന്ന, അയാൾ നേരിട്ടേക്കാവുന്ന ഒരു ബാക്ക്ലാഷ്. സൂരജ് സന്തോഷ് ഒരു പോപ്പുലർ ഫ്രണ്ട് ചാരൻ ആണെന്നുള്ള രീതിയിലാണ് ആ സമയത്ത് ഈ സൈബർ അറ്റാക്ക് നടന്നത്. ഇസ്ലാമോഫോബിയ റിസർച്ച് കളക്റ്റീവിൻ്റെ 2024 വാർഷിക റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ചർച്ചയായിരുന്നു ഇപ്പോൾ നടന്നത്. മതം, ലിംഗം, വർണ്ണം എന്നിങ്ങനെയുള്ള വ്യത്യസ്തതകൾ, ജാതീയമായ വേർതിരിവുകൾ എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള വിദ്വേഷ പ്രചാരണങ്ങൾ, ഇതിനെല്ലാം എതിരെയുള്ള മുന്നേറ്റങ്ങളുടെ സാധ്യത തുറന്നു കൊടുക്കുകയാണ് ഇത്തരം പഠന റിപ്പോർട്ടുകൾ. കളക്റ്റീവിൻ്റെ പ്രവർത്തനങ്ങൾ 2025 തുടരുകയാണ്.